നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോവുകയാണ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് സൗന്ദര്യ. നിരവധി ഭാഷകളിൽ അഭിനയിച്ച് തന്റെ അഭിനയ പാടവം കാഴ്ചവെച്ച സൗന്ദര്യ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു നടിയാണ് അല്ലെ. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ഒറ്റ സിനിമ മതി സൗന്ദര്യയെ നമുക്ക് ഓർക്കാൻ. മോഹൻലാലിനൊപ്പമുള്ള അവരുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മറ്റ് നിരവധി സിനിമകളിലും അവര് അഭിനയിച്ചിട്ടുണ്ട്. പ്രമുഖരായ നടന്മാരുടെ ഒപ്പം അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നടിയാണ്. 2 പതിറ്റാണ്ടായി നടി മരണപ്പെട്ടിട്ട് ഇപ്പോൾ നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള വിവരം പുറത്തു വരികയാണ്. സൗന്ദര്യയുടെ മരണം കൊലപാതകമാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ടായിരിക്കുകയാണ്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും കേസുകളുമായി ഇപ്പോൾ സംഭവം വിവാദമായിരിക്കുകയാണ്. ആ വാർത്തയാണ് പങ്കുവെക്കുന്നത്. നടി സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വരികയാണ്. നടിയുടേത് അപകട മരണമല്ല എന്നും മറിച്ച് മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട് സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണ് എന്നും ആരോപിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലെ ചിട്ടിമല്ലു എന്ന വ്യക്തി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഖമ്മം എസ്.പിക്കും ജില്ലാ അധികാരിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഷംസാബാദിലെ ഒരു ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും 6 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു അത്രേ. ഈ ഭൂമി തനിക്ക് വിൽക്കാൻ സൗന്ദര്യക്കും സഹോദരനും മേൽ മോഹൻ ബാബു ഏറെ നാൾ സമ്മർദ്ദം ചെലുത്തിയതായി പരാതിക്കാരനായ ചിട്ടിമല്ലു ആരോപിക്കുകയാണ്. എന്നാൽ ഇതിന് വിസമ്മതിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഈ ഭൂമി കൈവശപ്പെടുത്തി എന്നും ചിട്ടിമല്ലു പറയുന്നു. അങ്ങനെ സൗന്ദര്യയെ ഈ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി ഇദ്ദേഹം കൊലപ്പെടുത്തിയതാണ്. സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകമാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഭൂമി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നടനെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും ഭൂമി തിരിച്ചു വാങ്ങി പൊതുജനക്ഷേമ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും ചിട്ടിമല്ലു ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ പരാതിയിൽ. ഈ പരാതി മൂലം തനിക്ക് ഭീഷണി നേരിടുന്നുണ്ട് എന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോഹൻ ബാബുവും ഇളയ മകനും തമ്മിലുള്ള സ്വത്ത് തർക്കവും ചിട്ടിമല്ലു തന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ പരാതി പോയിട്ടുണ്ട്, ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. 2004 ഏപ്രിൽ 17 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെ നടി സൗന്ദര്യ മരിച്ചത്. നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ചെറുവിമാനം തകർന്നു വീഴുകയായിരുന്നു. സംഭവത്തിൽ സൗന്ദര്യക്ക് പുറമെ മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ്, നടിയുടെ സഹോദരൻ അമർനാഥ് ഷെഡ്ഡി, പ്രാദേശിക BJP നേതാവ് എന്നിവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ നടി മരിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു ആരോപണം വരുന്നത്. നടിയുടെ മരണം അത് വെറും ഒരു അപകട മരണമല്ല, അത് കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് പിന്നിൽ തെലുങ്കിലെ പ്രമുഖ നടനായിട്ടുള്ള മോഹൻ ബാബു ആണ് എന്ന ഗുരുതരമായ ആരോപണം പുറത്തു വരുന്നു.